ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറിൽ 2024 ഒരുപാട് പുസ്തകങ്ങളാണ് പ്രകാശനം ചെയ്യപ്പെട്ടത്. നമ്മുടെ മലയാളികളായ ഒരുപാട് എഴുത്തുകാരുടെ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തു. അതിൻ്റെ നമുക്ക് ഒരു 2024 പുസ്തക പ്രകാശനത്തിൻ്റെ പുസ്തകങ്ങളുടെ ഒരു യാത്രയിലേക്കാണ് തുടങ്ങുന്നത്. ആ യാത്രയിൽ നിങ്ങൾക്കും ഒത്തുചേരാം. ഇന്നു മുതൽ നമ്മൾ ആ ഷോ തുടങ്ങുകയാണ്. അപ്പോൾ ആർക്കെങ്കിലും ഇതിൻ്റെ ഭാഗമാകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് കോൾ ചെയ്യാം. നമ്മുടെ ഈ യാത്രയുടെ കൂടെ സഞ്ചരിക്കാം. അപ്പോൾ എല്ലാ എഴുത്തുകാർക്കും എല്ലാ ഭാഷാസ്നേഹികൾക്കും നമസ്കാരം. ഈ ഷോയിലേക്ക് സ്വാഗതം. ലോകത്തിലെ ഏറ്റവും വലിയ ഇന്റർനാഷണൽ ബുക്ക് ഫെയർ ആയ ഷാർജ എക്സ്പോ സെന്ററിൽ വെച്ച് ഹണ്ട ബുക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത രണ്ട് ബുക്ക് റിലീസസ് നടക്കാൻ പോവാണ്. ആദ്യത്തേത് പീഠങ്ങളിൽ ഉറങ്ങുന്ന ആത്മാക്കൾ ബൈ സുനൻ സിയൻ. രണ്ടാമത്തെ ബുക്ക് ഹൗ ദാറ്റ് ഫീൽസ് ലൈക്ക് ഹോം ബൈ ഹണ്ട ബുക്സ് സാരഥി ശ്രീ പ്രതാപൻ തായാട്ട് ആൻഡ് ശ്രീ സലീം മൈനാഗപ്പള്ളി. I also welcome ശ്രീമതി റസീന ഹൈദർ. എഴുത്തുകാരൻ രണ്ടുപേരുണ്ട്. പീഠങ്ങളിൽ ഉറങ്ങുന്ന ആത്മാക്കൾ എഴുതിയിരിക്കുന്നത് സുനൻ CM ആണ്. ആൻഡ് നീതു ഫ്രം ഖത്താർ. ആൻഡ് പുസ്തക പ്രകാശനത്തിനായി ശ്രീമാൻ ബഷീർ തിക്കൊടി സാറിനെ ക്ഷണിക്കുന്നു. എല്ലാ അർത്ഥത്തിലും കരിഞ്ഞുണങ്ങി പോകുന്ന ഒരിടത്തെയും ഹരിതാപമായ ഒരിടത്തെയും ഒക്കെ സന്നിവേശിപ്പിക്കാൻ കഴിയുന്ന അർത്ഥത്തിൽ എന്നെ ഏറ്റവും സന്തോഷിപ്പിച്ച ഒരു കാര്യം അമ്മയുടെയും അച്ഛൻ നീതുവിന്റെ അമ്മയുടെയും അച്ഛന്റെയും സാന്നിധ്യം. അമ്മ എന്ന് പറയുമ്പോൾ അമ്മയെ കുറിച്ചുള്ള പുസ്തകം ഇപ്പൊ എടുത്ത അമ്മമാരുടെ ഓർമ്മകൾ ഞാൻ എഡിറ്റ് ചെയ്തിരിക്കും. അപ്പോ അമ്മ വന്നപ്പോ ഒന്ന് വിരുമ്പി പോകാനുള്ള കാരണം അതാണ് ഏറ്റവും വലിയ കാര്യം. വലിയ വെളിച്ചങ്ങളൊക്കെ കെട്ടുപോകുന്ന ഒരിടത്ത് ലഘുരാകുട്ടിന്റെ ഒരു കവിത ഉണ്ട്. ടി കെ ഞങ്ങളൊക്കെ എവിടെയും പറയുന്നുണ്ട്, ഇലകൾ തമ്മിൽ തൊടുമെന്ന് പേടിച്ച് നാം അകറ്റി നടത്തും തരങ്ങൾ വേരുകൾ കൊണ്ട് ഭൂമിയിൽ കെട്ടിപ്പിടിക്കുന്നു. അല്ലെ, ജാതിയുടെ, മതത്തിന്റെ, രാഷ്ട്രീയത്തിന്റെ, തറവാട് കുസ്മിയുടെ ഒക്കെ പേര് നമ്മയൊക്കെ ഗോത്ര സംസ്കൃതിയിലേക്ക് നമ്മളുടെയൊക്കെ അകത്തുള്ള മനുഷ്യത്വത്തിന്റെയും മാനവികതയുടെയും ഉദാത്തമായ വെളിച്ചങ്ങളൊക്കെ കെടുത്തിക്കളഞ്ഞുകൊണ്ട് നമ്മയൊക്കെ ഒരു മൃഗതുല്യമായ ഒരു ജഡാവസ്ഥയിലേക്ക് എത്തിക്കുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയിൽ രണ്ടാത്മസുഹൃത്തുക്കളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പുണ്യം കർമ്മത്തിന് തിരക്കിട്ട് ഊടിക്കിതച്ച് ഇവിടെ എത്തിയ വലിയ മനുഷ്യരുടെ കാൽക്കൽ കൊണ്ടുകൊണ്ട് ഞാൻ ഈ ഒരു ചടങ്ങിൽ ഈ പുസ്തകം പ്രകാശനം ചെയ്യാൻ കഴിയുന്നില്ല. ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിമാനങ്ങളുമായി പങ്കുവയ്ക്കുന്നത് അവസാനിപ്പിക്കുന്നുണ്ട്. അടുത്തതായി ജൂനിയർ അഴീക്കോട് തന്നെ അറിയപ്പെടുന്ന കൊലക്കളത്തിൽ നിന്നും ആത്മഹത്യാ മുനമ്പിൽ നിന്നും മനുഷ്യരെ ജീവിതത്തിന്റെ ഹരിതാഭയിലേക്ക് നയിക്കുവാൻ കഥകൾക്ക് കഴിയുമെന്ന് ലോകത്തെ പഠിപ്പിച്ച ഒരു ദേശത്തിന്റെ ഹൃദയത്തിൽ നിന്നുകൊണ്ടാണ് പ്രിയപ്പെട്ടവന്റെ ഈ പുസ്തകത്തെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നു. കഥകൾക്ക് അങ്ങനെ വശ്യമായ കഥകൾക്ക് സാമൂഹികമായ ഒരു പരിവർത്തനത്തിന്റെ ഉച്ചനാദത്തിലുപരി മനുഷ്യ മനസ്സുകളെ വിപുലീകരിക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ടാണ് മലയാള ചെറുകഥ ലോക ചെറുകഥയോട് ഒപ്പം തന്നെ നിൽക്കുകയാണ്. ഞാൻ വളരെ വൈകിയാണ് സുരന്തിന്റെ പുസ്തകങ്ങൾ കിട്ടിയത്. പീഠങ്ങളിൽ ഉറങ്ങുന്ന ആത്മാക്കൾ എന്ന കഥ വായിച്ചപ്പോ നെയ്യാറിന്റെ സ്വരജ്വാലയായ വി മധുസൂദനൻ നായരുടെ സന്താനഗോപാലം എന്ന കവിതയിലെ വരികളാണ് എനിക്ക് ഓർമ്മ വന്നത്. ഒരു ശിശുരോദനത്തിലും കേൾപ്പു ഞാൻ ഒരു കോടി ഈശ്വര വ്യാപം. ഒരു തറവാടിന്റെ ഭാഗം വെക്കലിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ 7 കുട്ടികളെ ഉള്ളൂ എന്ന് ആ ആധാരത്തിന്റെ പിൻഗാമികൾ പറയുമ്പോൾ മാധവൻ എന്ന് പറഞ്ഞ കഥാപാത്രം മൂത്തയാൾ പറയുന്നു, അല്ല, ഒരു കുഞ്ഞിന്റെ നിലവിളി ഞാൻ എവിടെ നിന്നോ കേൾക്കുന്നുണ്ട് എന്ന് അയാള് വിപ്രാത്മകതയിൽ എത്തപ്പെട്ടതുപോലെ അയാൾ പറയുമ്പോൾ ഒടുവിൽ ജനിച്ച് 2-ാം ദിവസം മരിച്ചുപോയ ഒരു കുഞ്ഞ് ആ തറവാട്ടിൽ ഉണ്ടായിരുന്നുവെന്നും
ഉണ്ടർഗ്രാസും ഗബ്രിയേൽ മാർഗേസും ഒക്കെ ഫലപ്രദമായി പ്രയോഗിച്ച മാജിക്കൽ റിയലിസത്തിന്റെ പ്രമാത്മകതയിൽ നിന്നുകൊണ്ട് ആ കഥ, പക്ഷെ പുതിയ കാലത്തിന് ചില ചരിത്രത്തിന്റെ ശേഷിപ്പുകൾ കൂടി, ചില ദാർശനിക മാനങ്ങൾ കൂടി ആ കഥകൾ നൽകുന്നുണ്ട്. അത് ഞാൻ മുൻപ് പ്രിയപ്പെട്ട കവി മധുസൂദനൻ നായർ പറഞ്ഞതുപോലെ എങ്ങും കുഞ്ഞുങ്ങളുടെ വിലാപങ്ങളാണ്. ഭ്രൂണത്തിൽ വെച്ച് തന്നെ വിച്ഛേദിക്കപ്പെടുന്ന പെൺകുഞ്ഞാണെന്നുണ്ടെങ്കിൽ ഗർഭപാത്രത്തിനുള്ളിൽ തന്നെ വിച്ഛേദിക്കപ്പെടുന്ന ഗാസയിലെ മുനമ്പിൽ ഏതോ ഷെല്ലിന്റെയും ബോംബിന്റെയും ഒക്കെ ഒന്ന് നിലവിളിക്കുവാൻ പോലും ആകാതിരിക്കുന്ന അരിങ്കൊല ചെയ്യപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ കരൾ വിലാപങ്ങൾ കൂടി ഈ കഥയോടൊപ്പം ചേർത്ത് വെക്കണം. ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് സംക്രമിക്കുന്ന ലാളിത്യത്തിന്റെ ഒരു രുചി ഭാഷ കൊണ്ട് തീർത്ത ഈ വചന ശില്പം പീഠങ്ങളിൽ ഉറങ്ങുന്ന ആത്മാക്കൾ ഏറെ വായിക്കപ്പെടട്ടെ എന്നും പ്രിയപ്പെട്ട നീതുവിന്റെ ആംഗലേയ നോവൽ ഞാൻ വായിച്ചിട്ടില്ല. പക്ഷേ ബഷീർക്ക പറഞ്ഞതുപോലെ ഭൂമിയിൽ ദൈവത്തിന് എല്ലായിടവും ഓടിയെത്താൻ സമയമില്ലാത്തത് കൊണ്ടാണ് ദൈവം അമ്മമാരെ സൃഷ്ടിച്ചത്. ആ അമ്മയുടെയും അച്ഛന്റെയും സാന്നിധ്യത്തിൽ അവർക്ക് നൽകിയുള്ള ഈ പ്രകാശനം തീർച്ചയായിട്ടും നീതുവിലെ ആംഗലേയ എഴുത്തുകാരിയെ ലോകം മുഴുവൻ കാതോർക്കാൻ ഇടയാകട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഞാൻ പിൻവാങ്ങുകയാണ്. നീതുവിൽ ധാരാളം എഴുതാൻ കഴിയട്ടെ. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഒരു ലോകമാണെന്ന താരമായി മാറട്ടെയെന്ന് അറിയാതെ ആശ്രയിച്ചുകൊണ്ട് ഞാൻ എന്റെ പ്രിയ സഹപ്രവർത്തകർ ശ്രീ സുജിത്തിന്റെ ആദ്യത്തെ പുസ്തകമാണ് ഇവിടെ പ്രകാശനം ചെയ്യപ്പെട്ടത്. അദ്ദേഹത്തിന് മലയാളത്തിന്റെ സാഹിത്യ മേഖലയിലെ മഹോന്നതന്മാരായ എഴുത്തുകാരോടൊപ്പം അവരുടെ ശ്രേണിയിൽ ഉയരാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. കാരണം അതിന്റെ വേറൊരു മഷിപ്പുറത്തെ അദ്ദേഹത്തിന്റെ ഭാവം ലഭിച്ചെന്ന് ആശംസിക്കുന്നു. ഒറ്റ കാര്യം പറയാം, ഞാനൊരു എല്ലാ കഥകളൊന്നും വായിച്ചിട്ടില്ല, 4-5 കഥകൾ വായിച്ചിട്ടുള്ളൂ. ഒരു വിമർശനം 1000 പ്രശംസകൾക്ക് തുല്യമാണ് സ്വതന്ത്ര ഭാവത്തിൽ എഴുതുന്നത്. അങ്ങനെ ഒരു മനുഷ്യന്റെ പുസ്തകമാണ് എന്നുള്ളതാണ് ഈ പുസ്തകത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ ഇത്തരം പുസ്തകം ഞാൻ വായിച്ചിട്ടില്ല, പിന്നീട് വായിക്കാൻ അവസരമുണ്ടാവട്ടെ. ആശംസകൾ. This program brought to you by NK Group, Lucky Center and Lucky Department Store, Ajuma.